അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 25-ാം സങ്കീർത്തനമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 25-ാം സങ്കീർത്തനം. ദൈവം സകലവും അറിയുന്നു എന്ന അറിവ് നമ്മെ തെറ്റുകളിൽ നിന്നും പിന്തിരിപ്പിക്കും. ദൈവം നല്ല ഒരു വഴികാട്ടിയാണെന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. ലക്ഷ്യമില്ലാത്ത വ്യക്തികൾക്ക് വഴി തെറ്റുകയില്ല. ജീവിതത്തിൽ ലക്ഷ്യം ഉള്ള വ്യക്തികൾക്കൊരു നല്ല വഴികാട്ടിയെ ആവശ്യമുണ്ട്. ടെലിഫോണിൽ കൂടി നാം ഒരു വ്യക്തിയോട് വഴി ചോദിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് നാം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നാണ്. നാം നിൽക്കുന്ന സ്ഥലം കൃത്യമായി പറഞ്ഞു കൊടുത്താലേ വഴി പറഞ്ഞു തരുന്ന വ്യക്തിക്ക് നമ്മെ സഹായിക്കുവാൻ കഴിയൂ. ആത്മീയ കാര്യങ്ങളിൽ വഴി പറഞ്ഞു തരുവാൻ പറ്റിയ നല്ല ഒരു വഴികാട്ടിയാണ് ബൈബിൾ. നാം എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കരുത് എന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ബോധിച്ച വഴിയിലൂടെ യാത്ര ചെയ്യാം, എന്നാൽ ആ വഴി അത്ര നല്ലതാകണമെന്നില്ല. ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നാം യാത്ര ചെയ്താൽ ആ വഴി നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കുമെന്നതിന് സംശയമില്ല. 25-ാം സങ്കീർത്തനം നമ്മെ ദൈവത്തിൻ്റെ വഴി പഠിപ്പിക്കുന്നു. നമുക്ക് ഈ സങ്കീർത്തനം പഠിക്കുവാൻ ശ്രമിക്കാം. 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ തൻ്റെ മനസ്സ് യഹോവയിലേക്ക് ഉയർത്തുന്നു. ഒന്നും മറച്ചു വയ്ക്കാതെ പൂർണ്ണമായി ഞാൻ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഹൃദയത്തിൽ ഒരു അശുദ്ധിയും സൂക്ഷിച്ചിട്ടില്ല എന്ന് സാരം. നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്നും നീ വിശ്വസ്ത ദൈവമാണെന്ന് ഞാൻ അറിയുന്നു എന്നും സാരം. വിശ്വസിക്കുവാൻ കൊള്ളാകുന്ന ആളുകളോട് നാം എല്ലാ കാര്യങ്ങളും തുറന്നു പറയും എന്നതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാൻ കൊള്ളാകുന്ന കൂട്ടുകാരിൽ പരമായി നമ്മെ സ്നേഹിക്കുന്ന നല്ല ഇടയനാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ യേശുവിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. 4-ാം വാക്യത്തിൽ യഹോവേ നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ഇതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 13-ാം വാക്യത്തിൽ മോശ ദൈവത്തോട് നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരമായി പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ യഹോവ മോശയോട് പറയുകയാണ്, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ, പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. അനുഗ്രഹിക്കപ്പെട്ട 2 വാക്യങ്ങളാണ് നാം കേട്ടത്. ഇതിൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവം പഠിക്കുവാൻ കഴിയും. അകൃത്യം ക്ഷമിക്കുന്നവനാണ് ദൈവം. എന്നാൽ നാം അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അപ്രകാരം തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തവരുടെ പാപത്തിന് അവൻ ശിക്ഷ തരാതിരിക്കുകയില്ല. ദൈവത്തിൻ്റെ വഴി പഠിക്കുവാൻ സൗമ്യത നമുക്ക് ആവശ്യമാണെന്ന് 25-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിപ്രകാരമാണ് സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് ദൈവത്തിൻ്റെ വഴി ഏതെല്ലാമാണെന്ന് അല്പമായി ചിന്തിക്കാം. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസത്യം ചെയ്യരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെയോ വസ്തുവിനെയോ മോഹിക്കരുത്, ഭോഷ്ക് അഥവാ നുണ പറയരുത്, കള്ളക്കാര്യം വിട്ട് അകന്നു നിൽക്കണം, ആഭിചാരം ചെയ്യരുത്, ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടാക്കുവാനോ അങ്ങോട്ട് തിരിയുവാനോ പാടില്ല എന്ന് ആവർത്തന പുസ്തകം 4-ാം അധ്യായം 16 മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ദൈവമാണ്. അവൻ അനേകർ കണ്ടിട്ടുണ്ട്. എന്നാൽ നാം ഒരു കാര്യം മറക്കരുത്, അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരൂപം അഥവാ മരണമുള്ള ദാസരൂപം എടുത്തുകൊണ്ടാണ്. ആകയാൽ യേശുവാകുന്ന ദൈവത്തിൻ്റെ വിഗ്രഹമോ ഫോട്ടോയോ ഉണ്ടാക്കിയാൽ അത് ആണിൻ്റെ രൂപമാകയാൽ ദൈവകൽപ്പന ലംഘനമാകുന്നു. സാത്താൻ ഇഷ്ടപ്പെടുന്നതും ദൈവം വെറുക്കുന്നതുമായ കാര്യമാണ് അത് എന്നതിനാൽ ദൈവസംരക്ഷണം നമുക്ക് ലഭിക്കാതെ പോകുന്നു. ആരും കൂട്ടുകാരനെ മൂടാ എന്ന് വിളിക്കരുത്. സഹോദരൻ സമീപെ നിർഭയം വസിക്കുമ്പോൾ അവനെതിരെ ദോഷം ചിന്തിക്കരുത്. മുഹൂർത്തം നോക്കരുത്. കാരണം
സമയങ്ങളെയും കാലങ്ങളെയും ക്ഷണനേരം കൊണ്ട് മാറ്റുവാൻ കഴിയുന്നവനാണ് ദൈവമായ കർത്താവ് അഥവാ കർത്താവായ യേശു ക്രിസ്തു എന്ന് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആരെയും ചതിക്കരുത്, വഞ്ചിക്കരുത്, ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കുകയോ ആരെയും ഒറ്റിക്കൊടുക്കുകയോ ചെയ്യരുത്. കാരണം സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വയ്ക്കുന്നു. എല്ലാവരോടും ക്ഷമിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കരുണ കാണിക്കാത്തവർക്ക് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ ലേവ്യ പുസ്തകം 19, 20, 21 അധ്യായങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. അതിൽ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പ്രസ്താവിച്ചത്. ദൈവത്തെ അനുസരിച്ച് നാം ജീവിച്ചാൽ, ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആക്കിയാൽ, ആ വഴി ദൈവത്തിൻ്റെ വഴിയാകയാൽ ദൈവം ആ വഴിക്ക് സംരക്ഷണം തരും. ഏത് വഴിയും തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം നമുക്കുണ്ട്. എന്നാൽ അതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ നാം അത് തിരഞ്ഞെടുക്കാവൂ. അനേകർ തിരിച്ചു വരുവാൻ കഴിയാത്ത നാശകരമായ വഴി തിരഞ്ഞെടുത്ത് കഷ്ടത്തിൽ എത്തിപ്പെടുന്നത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനും വാർത്താമാധ്യമങ്ങളിൽ കൂടി കേൾക്കുവാനും കഴിയാറുണ്ട്. എന്നാൽ അതിനേക്കാൾ ഭയാനകമായിരിക്കും തെറ്റായ വഴി തിരഞ്ഞെടുത്ത് ജീവിച്ചതിന് ശേഷം നാം മരിക്കുമ്പോൾ സംഭവിക്കുന്നത്. തെറ്റായ വഴി ചെന്നെത്തുന്നത് ഗന്ധകം കത്തുന്ന തീ പുകയിലാണെന്ന് നാം തിരിച്ചറിയണം. വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും പാസ്റ്റർമാരായാലും പുരോഹിതന്മാരായാലും തിരുമേനിമാർ ആയാലും അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. നരകത്തിലെ വാസം നിത്യമാണ്. ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ വെറുത്ത് ദൈവം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുവാൻ വളരെ പ്രയാസമാണ്. അതിനാൽ യേശു ആ വഴിക്ക് ഇട്ടിരിക്കുന്ന പേര് ഇടുങ്ങിയ വഴി എന്നാണ്. അതുപോലെ തന്നെ സാത്താൻ ഇഷ്ടപ്പെടുന്ന പാപവഴിയിൽ കൂടി നടക്കുവാൻ എളുപ്പവും അനേകർ തിരഞ്ഞെടുക്കുന്നതുമായ വഴിയായതിനാൽ ആ വഴിക്ക് വിശാലമായ വഴി എന്നാണ് യേശു വിശേഷിപ്പിച്ചിരിക്കുന്നത്. നാം ഇന്ന് ഏത് വഴിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് മാനസാന്തരം ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്ത നിമിഷത്തേക്ക് അത് മാറ്റി വയ്ക്കരുത്. വളരെ പ്രതീക്ഷകളോടെ സ്വന്തം ഭവനത്തിലെത്തി പ്രിയപ്പെട്ടവരെ കാണുവാനും ഭാവി കാര്യങ്ങൾ ക്രമീകരിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന വിമാനങ്ങളിലെയും ട്രെയിനുകളിലെയും മറ്റുതര വാഹനങ്ങളിലെയും ചില യാത്രക്കാർക്ക് അവരുടെ പ്രതീക്ഷ സഫലമാക്കുവാൻ കഴിയാതെ ഇടയ്ക്ക് വെച്ച് മറ്റ് ലക്ഷ്യങ്ങളിലേക്ക് അഥവാ മരണക്കയങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരാറുള്ളത് നിത്യേനയെന്നോണം നാം കാണാറുള്ളതാണ്. ആ യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നത് നാം ഈ ഭൂമിയിൽ സ്ഥിരവാസികൾ അല്ല എന്നും ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നാം പൊടിയിലേക്ക് തിരികെ ചേരും എന്നും ആകുന്നു. നീ പൊടിയാകുന്നു, പൊടിയിൽ നീ തിരികെ ചേരും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടേണ്ട കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് സംരക്ഷണമുള്ള വഴിയിലേക്ക് നമുക്ക് ഓടി രക്ഷപ്പെടാം. കാരണം ദൈവം ഇഷ്ടപ്പെടുന്ന ജീവിത രീതിക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ഉറപ്പ് തന്നിട്ടുണ്ട്. 1-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിലാണ് ആ ഉറപ്പുള്ളത്. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ഇത് എഴുതിയിരിക്കുന്നത് ഗോഡ് വാച്ചസ് ഓവർ ദ വേ ഓഫ് റൈച്ചസ് എന്നാണ്. അത് സംരക്ഷണമുള്ള വഴിയാണ് യഹോവയുടെ വഴി. ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ആ വഴിയിൽ ഉടനീളം ആസ്വദിക്കുവാൻ നമുക്ക് കഴിയും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്ര എന്ന് സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 25-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റുള്ളവരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നതും കള്ളനാവുകൊണ്ടും ദ്രവ്യാഗ്രഹത്തിൻ്റെ വശീകരണ വാക്കുകൊണ്ടും സമ്പത്തുണ്ടാക്കുന്നതും ലാഭം വരുത്തുവാൻ ഇടവരും എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. എന്നാൽ ഒരു ചെറിയ രോഗം തൻ്റെ സകല സമ്പാദ്യവും തൂത്ത് വാരിക്കൊണ്ട് പോകും എന്ന യാഥാർത്ഥ്യം അവർ മനസ്സോടെ മറന്നു കളയുന്നു. തെറ്റായ മാർഗത്തിൽ കൂടി സമ്പത്ത് ഉണ്ടാക്കുന്നവർ വളരെ ആർഭാടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് കൂടുതൽ തെറ്റുകൾ ചെയ്യുവാൻ അവർ നിർബന്ധിതരായി തീരും. ഒടുവിൽ അവർ പിടിക്കപ്പെടുകയും ലജ്ജിക്കുകയും അവരുടെ നല്ല ഭാവി തകരുകയും ചെയ്യുന്നു. എല്ലാം നഷ്ടമാകുമ്പോൾ മാത്രമേ താൻ തിരഞ്ഞെടുത്ത വഴി മരണവഴിയായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരിക്കൽ പറഞ്ഞതാണെങ്കിലും കേൾക്കാത്തവർക്കായി പറയുകയാണ്.
ഒരു കുടുംബത്തെക്കുറിച്ച് ലഭിച്ച അറിവ് ഞാനിവിടെ പ്രസ്താവിക്കട്ടെ. ഒരു മാതാവും പിതാവും അവരുടെ 2 കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ ജീവിക്കുകയാണ്. നന്നായി പഠിക്കുന്ന 2 കുട്ടികൾ, ഒരാണും ഒരു പെൺകുട്ടിയും. 2 കുട്ടികളും പഠനം കഴിഞ്ഞ് നല്ല ജോലിയിൽ പ്രവേശിച്ചു. മകളുടെ വിവാഹം നല്ല നിലയിൽ നടത്തി അയച്ചു. മരുമകനും നല്ല വിദ്യാഭ്യാസവും ജോലിയും ഉണ്ട്. ഒന്നിനും ഒരു കുറവും ഇല്ല. ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ അവർ ജീവിച്ചു. ആ കുടുംബത്തിൽ യേശുവിനൊരു സ്ഥാനവുമില്ലായിരുന്നു. അവർക്ക് ബോധിച്ചതുപോലെ അവർ ജീവിച്ചു. കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നതുകൊണ്ട് ദൈവഭയത്തിനോ ദൈവ വഴികൾക്കോ ഒരു പ്രാധാന്യവും അവർ കൊടുത്തില്ല. അവരുടെ സുഖകാലത്ത് അവർ ദാവീദിനെ പോലെ ചിന്തിച്ചു, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന്. എന്നാൽ അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ കുടുംബത്തിൽ സാത്താൻ ആഞ്ഞടിച്ചു. കാരണം ദൈവത്തിൻ്റെ സംരക്ഷണം ആ കുടുംബക്കാർ ഉറപ്പുവരുത്തിയിരുന്നില്ല. അതിനാൽ സാത്താൻ അവിടെ പ്രവേശിക്കുവാൻ സാധിച്ചു. മകൻ മദ്യപനായി തീർന്നു. മകൾ ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങി വന്നു. ലോകപ്രകാരം സന്തോഷിച്ചിരുന്ന അവർ ആകെ പ്രതികൂലത്തിലായി. അവർ കഷ്ടത രുചിച്ചപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. ജീവിതം യേശുവിനെ സമർപ്പിച്ചു. പാപവഴികളെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച് അവരുടെ തീരുമാനങ്ങളിലും ജീവിത രീതികളിലും ദൈവാലോചനയ്ക്കും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുക്കുവാൻ തുടങ്ങി. സാത്താനെ ആ കുടുംബത്തിൽ പ്രവേശിക്കുവാൻ കഴിയാതെയായി. മകൻ്റെ മദ്യപാനാസക്തി അപ്രത്യക്ഷമായി. അവൻ മാനസാന്തരപ്പെട്ടു. മകളുടെ ഭർത്താവിന് തൻ്റെ ഭാര്യയോട് കരുണ തോന്നി. വീട്ടിൽ വന്നവളെയും കൊണ്ട് സന്തോഷത്തോടെ ജീവിതം വീണ്ടും തുടങ്ങി. ഭവനങ്ങളിലെല്ലാം ദൈവിക സമാധാനവും സന്തോഷവും അലയടിച്ചു. ആ പരിസരത്തേക്ക് പോലും സാത്താൻ എത്തി നോക്കുവാൻ കഴിയാതെയായി. കാരണം അവർ ഇപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, പ്രതിസന്ധികളാൽ, കുടുംബ പ്രശ്നങ്ങളാൽ സങ്കടപ്പെടുകയാണോ? ഒന്നാമത്തെ കുടുംബത്തെ തകർത്ത സാത്താൻ നമ്മുടെ കുടുംബത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരെ സാത്താന് വിട്ടുകൊടുക്കരുത്. നമ്മുടെ ഭാര്യമാരെ സാത്താന് വിട്ടുകൊടുക്കരുത്. ദൈവാത്മാവിൽ നിറഞ്ഞ സ്നേഹത്തോടെ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഏതു കുടുംബത്തിലും സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളൂ. എന്നാൽ സാത്താൻ നമ്മുടെ ഹൃദയം കഠിനമാക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും പരസ്പരം താഴുവാൻ സമ്മതിക്കാതെ ദുഷ്ടൻ്റെ ആലോചന നമ്മെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യുന്നു. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിഞ്ഞ് ജീവിക്കണം. അതിന് നമുക്ക് ദൈവാത്മാവിൻ്റെ ശക്തിയും സൗമ്യതയും അത്യാവശ്യമാണ്. അകൃത്യം കരുതാത്ത ഹൃദയത്തോടെ യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ നിശ്ചയമായിട്ടും അവൻ്റെ സഹായം നമുക്ക് ലഭിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. ഏത് സാഹചര്യത്തിലും ദൈവിക സമാധാനത്താൽ നമ്മെ നിറയ്ക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ശക്തനാണ്. ഒരുത്തിൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു എന്ന് സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എത്രമാത്രം നമ്മോട് പിണങ്ങിയിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നാം ദൈവം ഇഷ്ടപ്പെടുന്ന വഴിയിൽ കൂടി നടക്കാമെങ്കിൽ ദൈവം അവരെ നമ്മുടെ സഹായികളാക്കി തീർക്കും. നാം നമ്മുടെ പ്രവൃത്തികൾ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നമ്മുടെ ഉദ്ദേശം സാധിക്കും. ദൈവം പറയുന്ന രീതിയിൽ വിശ്വസ്തയോടെ നാം പ്രവർത്തിക്കണമെന്ന് മാത്രം. 25-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ യഹോവേ നിൻ്റെ കരുണയും ദയയും ഓർക്കണമേ എന്നാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. ഇതുപോലൊരു പ്രാർത്ഥന മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഒരു കുരുടനെ കാണുവാൻ കഴിയും. തിമായിയുടെ മകനായ ബെർത്തിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. നിർത്താതെയുള്ള നിലവിളിയായിരുന്നു അത്. യേശുവിൻ്റെ കൂടെയുള്ള ജനക്കൂട്ടത്തിൽ പലരും അവനെ ശാസിച്ച് മിണ്ടാതാക്കുവാൻ ശ്രമിച്ചു. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ നിലവിളിയെങ്കിൽ കരുണ തോന്നി നിൽക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. മറ്റുള്ളവർ നാം യേശുവുമായി അടുക്കാതിരിക്കുവാൻ ശാസിച്ചു എന്ന് വന്നേക്കാം. നിർത്തരുത്, നിലവിളിച്ചുകൊള്ളുക. യേശുവിനോട് മാത്രം നിലവിളിക്കുക. യേശു നിന്നിട്ട് കുരുടനെ വിളിച്ചു. ആ സമയത്ത് ശാസിച്ചവർ തന്നെ പറയുകയാണ്, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന്.
യേശുവിൻ്റെ അടുക്കൽ വന്ന കുരുടനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് യേശുവെ എനിക്ക് കാഴ്ച തരണമെന്ന് അവൻ പറഞ്ഞപ്പോൾ പോകാൻ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു. യേശുവിനോട് ചോദിച്ചാൽ അവൻ കരുണ കാണിക്കുക തന്നെ ചെയ്യും. യേശുവിനോട് നിലവിളിച്ചാൽ അവൻ നമ്മെ ആശ്വസിപ്പിക്കും. യഹോവ അഥവാ യേശു നല്ലവനും നേരുള്ളവനും ആണ്. ആ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നാം അവനിൽ ആശ്രയിച്ചാൽ, ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത കർത്താവ് നമ്മെയും വിടുവിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആകയാൽ നമുക്ക് നാശത്തിലേക്കുള്ള വഴിയിൽ കൂടെ ഉള്ള യാത്ര ഇന്ന് അവസാനിപ്പിച്ച് യേശു കാണിച്ചു തന്ന വഴിയിൽ കൂടി നമുക്ക് ജീവിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുടുംബ പ്രശ്നം അനുഭവിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലങ്ങ് ഒന്നാമനായി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.